ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിസിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ये जो वैश्विक संकट चल रहा है, ये दिखाता है कि एनर्जी के मामले में आत्मनिर्भरता कितनी जरूरी है. और बीते 12 वर्षों में देश ने जो कैपेसिटी तैयार की है, उसका कितना बड़ा महत्व है. 12 वर्ष पहले भारत में सौर ऊर्जा का उत्पादन नाम मात्र का था. आज हम दुनिया के टॉप 5 देशों में से एक हैं. ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമ രൂപം വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. चाहे त्रिपुरा हो, चाहे पश्चिम बंगाल हो, चाहे बिहार हो, जनसांख्यिकी का परिवर्तन हम सीमा के छिद्रों के माध्यम से नहीं होने देंगे. ये हमारा अटल विश्वास है और अटल संकल्प भी है. ये जनसांख्यिकी के परिवर्तन को रोकने के लिए बाड़ लगाई गई है. ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ഥൻ മിഷന് കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിസിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. GDP വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് വർഷങ്ങളായി തുടരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. 1 जून से 4 जून के दौरान, जो कि कल तक अमेरिका की तरफ से एक टीम यहाँ आई थी उनके नेगोशिएशन के लिए, और ये जैसा कि आपने देखा होगा प्रेस विज्ञप्ति जो कॉमर्स मंत्रालय की तरफ से जो जारी किया गया कि ये बातचीत जो दोनों पक्षों के बीच में हुई ये काफी पॉजिटिव सकारात्मक रही. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫലപ്രഖ്യാപനത്തിനു ശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണ്ണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് ഒരു റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാക്കിസ്ഥാന്റെ ബിബിസാര അസോബയേവ കിരീടം നേടി. ലെബനൻ, പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമ രൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.